ഈ ഓല ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചാലാണ് ഈ തമ്പോലത്തിന് ശബ്ദം ഉണ്ടാവുള്ളൂ. നമ്മുടെ അവിടെ തമ്പോലം നെയ്യാണ്ടി മളം എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്നിട്ട് പറയുന്ന കമന്റ് ചെയ്തോളൂ. സംഭവം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിള്ളേരുകൾ പണി പഠിക്കേണ്ടത്. നമ്മളിന്ന് വന്നേക്കുന്നത് മുറ്റിച്ചോറുള്ള ചൂരക്കോട് അമ്പലത്തിക്കാണ്. ചെന്നപ്പോ തന്നെ കണ്ടത് തമ്പോലാണ്. ഇതുപോലുള്ള പൂരങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടുക. അതിന്റെ ഒരു ഫീൽ അനുഭവിച്ചാൽ തന്നെ അറിയും. പിള്ളേരുകൾ അടുത്ത് വരുമ്പോ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ പിള്ളേരായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് സന്തോഷിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ആനയുടെ മുകളിൽ കോലം കയറ്റുക. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പാടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുത്ത പരിപാടി നമ്മളവിടെ പുള്ള് എന്ന് പറഞ്ഞൊരു പാടുണ്ട്. സംഭവം അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ടുണ്ട്. അടുത്ത പരിപാടി സ്ഥലത്തേക്ക് എത്തി മുളയമ്പൂരം. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോ വെറൈറ്റി സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. സീസൺ കഴിയുന്നവരെ നമ്മൾ എന്തൊക്കെ കാണണം അതൊക്കെ നമ്മൾ കാട്ടി. എന്നാ പിന്നെ ഒരു കൂളിംഗ് ക്ലാസ് പരീക്ഷിക്കാന്ന് വെച്ചു. ഞാൻ ഏത് ക്ലാസ് എടുത്താലും എന്റെ തലേനേക്കാളും വലിയ ക്ലാസ് എനിക്ക് കിട്ടും. എന്നാ പിന്നെ കുറച്ചു നേരം ബാൻഡ് സെറ്റ് കാണാന്ന് വെച്ചു. ബാൻഡ് സെറ്റ് എനിക്കൊരു വികാരമാണ്. ഇതുപോലെ ചാടാനും അറിയാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടേതായിട്ടുള്ള വൈബായിട്ടുള്ള പിള്ളേരെ കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ താളം പിടിച്ചിരിക്കും. അതും അല്ലെങ്കിൽ ബാൻഡ് സെറ്റ് കൂടാണ് നടക്കും. ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഒരു ഹാപ്പിനെസ്. നടത്തത്തിന്റെ ക്ഷീണത്തിൽ ഒരു ബീർ കുടിച്ചു. ഈ സംഭവം നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയ ഓളം വേറെ തന്നെയാണ്. ഇരിക്കട്ടെ ഒരു നൊസ്റ്റാൾജിയും കൂടി. അപ്പൊ ശരി കേട്ടോ.